രാജ്യത്ത് ജൻസി കലാപം സൃഷ്ടിക്കാൻ വിദേശ ശക്തികളുടെ പിൻബലത്തോടെ രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടി. ഇതിന്റെ പിന്നിൽ മറ്റാരുമല്ല, ഇന്ത്യ സഖ്യം തന്നെയാണ്. കാരണം അഭിജിത് ദീപ് കെ എന്ന യുവാവാണ് ഈ ഡിജിറ്റൽ രാഷ്ട്രീയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അഭിജിത് ദീപ് കെ യഥാർത്ഥത്തിൽ ഒരു ആം ആദ്മി പ്രവർത്തകനാണ്. കൂടാതെ കെജ്രിവാൾ സർക്കാർ അന്ന് ദില്ലി ഭരിച്ചിരുന്നപ്പോൾ സോഷ്യൽ ടീമിലൊക്കെ അംഗമായിരുന്നു. കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കെജ്രിവാളിന്റെ ഓഫീസിൽ ഒരു പ്രമുഖ സ്ഥാനം ഈ അഭിജിത് ദീപ് കെ വഹിച്ചിട്ടുണ്ട്. എങ്ങനെ ഒരു പാർട്ടി രൂപീകരിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ കോക്രോച്ച് പാർട്ടി എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, രാജ്യത്ത് ജൻസികളെ ഇളക്കി വിട്ടുകൊണ്ട് ഒരു കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ പാർട്ടി രൂപീകരിച്ചത്. അതായത് ഡിജിറ്റൽ പാർട്ടിയാണത്. ബംഗ്ലാദേശിലും നേപ്പാളിലും ശ്രീലങ്കയിലും ഒക്കെ സംഭവിക്കുന്നത് പോലെ ഒരു കലാപം അത് രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ നടത്തുക, അതാണ് ഉദ്ദേശം. ഇതിന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, മോദിയെ താഴെ ഇറക്കാനും സർക്കാരിനെ അട്ടിമറിക്കാനുമാണ് പ്രധാന ലക്ഷ്യം. അതുവഴി ഈ അമേരിക്കയിലെ ജോ സോറസിന്റെ ലക്ഷ്യം രാഹുൽ ഗാന്ധിയെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് ഇരുത്തുക, അതുവഴി ഇന്ത്യയെ മൊത്തത്തിൽ നശിപ്പിക്കുക, അതാണ് ലക്ഷ്യം. അതിനു വേണ്ടിയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഈ ഒരു തട്ടിക്കൂട്ട് ഡിജിറ്റൽ പാർട്ടി രൂപീകരിച്ചത്. ഇതിന്റെ തുടക്കമെന്ന് പറയുന്നത് അമേരിക്കയിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് റിലേഷൻ ബിരുദാന്തര ബിരുദ വിദ്യാർത്ഥിയാണ് അഭിജിത്ത്. അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇതിന്റെ വേര് എവിടെ നിന്നാണെന്ന്. ജോ സോറസിന്റെ തട്ടകത്തിൽ നിന്നും ആണ് ലഭിച്ചത്. ഇതിന്റെ ഫണ്ടിങ്ങും ഇതിന്റെ PR ടീമുകളും ഈ ഡിജിറ്റൽ ഇതിലേക്ക് ആളുകളെ, അതായത് ഫോളോവേഴ്സിനെ എത്തിക്കാനായിട്ട് ജോ സോറസിന്റെ PR ടീമുകൾ വലിയ രീതിയിൽ തന്നെ ഇതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. തൊഴിലില്ലായ്മയും രാഷ്ട്രീയ അവഗണനയും നേരിടുന്ന ഇന്ത്യൻ യുവാക്കളെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പാറ്റകളോട് ഉപമിക്കുകയായിരുന്നു. അതാണ് ഈ പൊട്ടിത്തെറിക്ക് കാരണം എന്നാണ് പറയുന്നത്. അതായത് സമൂഹ മാധ്യമങ്ങളിൽ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്ന യുവതലമുറയെ ലക്ഷ്യം വെച്ചാണ് ഈ പരാമർശം. കഴിഞ്ഞ കുറച്ചു കാലമായി ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള യുവജന പ്രസ്ഥാനങ്ങളും ഭരണമാറ്റങ്ങളും നടന്നിരുന്നു. അപ്പോഴെല്ലാം ഇന്ത്യയിൽ യുവാക്കൾ എവിടെ എന്ന തരത്തിലുള്ള ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. അതായത് ബംഗ്ലാദേശിലും നേപ്പാളിലും ശ്രീലങ്കയിലും അടക്കം വലിയ രീതിയിൽ ജൻസികൾ അവിടെ കലാപം നടത്തി അവിടുത്തെ സർക്കാരിനെ അട്ടിമറിച്ചപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ കലാപം നടത്തുന്നില്ല ജൻസികൾ എന്നുള്ള ചോദ്യം പലതവണ സോഷ്യൽ മീഡിയയിൽ ഈ രാജ്യദ്രോഹികൾ ചോദിച്ചുകൊണ്ടിരുന്നു. അവിടെയൊക്കെ ഒരു ചെറിയ രാഷ്ട്രീയ ഏജൻസികളുടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ത്യയിലില്ല. അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു നീക്കം അവർ ഇവിടെ നടത്തുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലും ഈ ജൻസികൾ ഒരു രാഷ്ട്രീയ പാർട്ടി, അതായത് ഒരു ഡിജിറ്റൽ പാർട്ടിയുമായി, ഒരു പ്രസ്ഥാനവുമായി ഇപ്പോൾ രംഗത്തേക്ക് വന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള രോഷം ഓൺലൈനിൽ ഉയരുകയാണ്. ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരുന്നുവെങ്കിൽ ഇത്രയും വലിയ പ്രതികരണം ഉണ്ടാകില്ല എന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത് ദീപ് കെ പറയുന്നത്. പക്ഷേ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഈ ജൻസികളെ അവമാനിക്കുന്ന തരത്തിലൊന്നുമല്ല ചീഫ് ജസ്റ്റിസ് അവിടെ പറഞ്ഞത്. കോക്രോച്ച് എന്ന ആ ഒരു ജീവിയെ വെച്ചൊന്ന് ഉപമിക്കുകയാണ് ചെയ്തത്. പക്ഷേ എന്തെങ്കിലും ഒരു വാക്ക് കോടതിയുടെ വായിൽ നിന്നും കിട്ടാനായിട്ട് ഇവർ കാത്തിരിക്കുകയായിരുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ രാജ്യദ്രോഹികൾ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ജഡ്ജിയുടെ വായിൽ നിന്നും ചീഫ് ജസ്റ്റിസിന്റെ വായിൽ നിന്നും കോക്രോച്ച് എന്നൊരു പദം കിട്ടിയപ്പോൾ അതിനെ പിന്താങ്ങിക്കൊണ്ടാണ് ഈ ഒരു ഡിജിറ്റൽ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം, സോഷ്യൽ മീഡിയയിൽ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുതിയതായി വരുന്നത്. അതായത് ഡിജിറ്റലിലൂടെ എന്തും ചെയ്യാൻ സാധിക്കും എന്നതിന്റെ തെളിവാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി. അതായത് ഡിജിറ്റലിലൂടെ നാളെ രാജ്യത്തെ മുഴുവനായിട്ട് ആക്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ രാജ്യത്ത് നാളെ ഒരു കലാപ അന്തരീക്ഷം സൃഷ്ടിക്കൂ എന്ന് ഡിജിറ്റലിലൂടെ നടത്തിയാൽ അത് വലിയ രീതിയിലുള്ള ഒരു കലാപത്തിന് ആഹ്വാനം നടത്താൻ ഈ ഡിജിറ്റൽ മാധ്യമങ്ങളെ കൊണ്ട് പറ്റും എന്നതിൻ്റെ ഒരു തെളിവാണ് വെറും 2-3 ദിവസം കൊണ്ട് തന്നെ വലിയ രീതിയിലൊക്കെയുള്ള ഫോളോവേഴ്സ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പിന്നാമ്പുറത്ത് ആരൊക്കെയാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ, ഇതിൻ്റെ ഫണ്ടിങ് എവിടെ വരുന്നു, ഇത്രയും നേരം കൊണ്ട്, അതായത് നിമിഷ നേരം കൊണ്ട് ഇതിന് വലിയ രീതിയിലുള്ള 2-3 ദിവസം കൊണ്ട് ഇതിൻ്റെ ഫോളോവേഴ്സൊക്കെ എങ്ങനെ വർദ്ധിച്ചു എന്നൊക്കെ അന്വേഷിക്കാൻ ഒരു അനൗദ്യോഗികമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു അന്വേഷണം ഇപ്പോൾ IBയുടെ ഭാഗത്ത് നിന്നും നടക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.